കണ്ണൂരിൽ എന്തുണ്ട് കാണാൻ? കണ്ണൂർ സാധാരണ അക്രമികളുടെ ഒരു നാടാണെന്ന് കേരളത്തിലെ പല ആളുകൾക്കും ഒരു ധാരണയുണ്ട്. എന്നാൽ അങ്ങനെയല്ല കണ്ണൂർ കാഴ്ചകളുടെ ഒരു പൂരം തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ പരമ്പരയുടെ ഒരു ഭാഗമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് കണ്ണൂർ വിസ്മയ പാർക്കിലേക്കാണ്. കണ്ണൂർ വിസ്മയ പാർക്ക് എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്നും 16 കിലോമീറ്ററും തളിപ്പറമ്പിൽ നിന്നും 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ, അതായത് കണ്ണൂർ പയ്യന്നൂർ ദേശീയപാതയിൽ മാങ്ങാട്ടുപറമ്പിൽ നിന്നും 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് വിസ്മയിൽ എത്തിച്ചേരാൻ കഴിയും. ഇതിനടുത്ത് തന്നെ ഏറ്റവും പ്രസിദ്ധമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കുണ്ട്. ഇവിടെ ഈ വിസ്മയുടെ കവാടം കടന്ന് നമ്മൾ മുന്നോട്ട് പോയാൽ അവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം. മുതിർന്നവർക്ക് 750 രൂപ സാധാരണ ദിവസങ്ങളിലും, കുട്ടികൾക്ക് 600 രൂപയും. എന്നാൽ വാരാന്ത്യങ്ങളിൽ മുതിർന്നവർക്ക് 790 രൂപയും കുട്ടികൾക്ക് 650 രൂപയും. അതുപോലെ മുതിർന്ന പൗരന്മാർക്ക് അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് നൽകിയാൽ അവർക്ക് 500 രൂപയ്ക്കും ഇവിടെ ടിക്കറ്റ് ലഭ്യമാണ്. ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ കഴിയും. ഇവിടുത്തെ ഈ ലോക്കറിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഏൽപ്പിക്കാം. ചെറിയ റെൻറ്റ് നൽകിയാൽ മതി. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടുന്ന് മുന്നോട്ട് പോയാൽ നമ്മൾ ആദ്യം 2 സെക്ഷനായിട്ടാണ്. മേൽത്തട്ടിൽ നമ്മുടെ വാട്ടർ റൈഡുകളും, താഴത്തെ തട്ടിൽ നമ്മുടെ ചിൽഡ്രൻസ് റൈഡും അതുപോലെയുള്ള മറ്റ് വിനോദ കേന്ദ്രങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന വിവിധ തരത്തിലുള്ള റൈഡുകളുണ്ട്. എന്നാൽ ചില റൈഡുകൾ മാത്രം 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ അവർക്ക് പ്രവേശനം ഇവിടെ ലഭ്യമല്ല. ഇവിടുത്തെ ഏറ്റവും ആകർഷകമായ ഒരു സാഹസിക റൈഡാണ് മാഗ്നസ് റൈഡ് എന്ന് പറയുന്ന ഈ റൈഡ്. അന്തരീക്ഷത്തിൽ വലിയൊരു ഊഞ്ഞാൽ എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല. അതിനെ യന്ത്രക്കൈകളിൽ പിടിച്ചു നിർത്തി അത് വട്ടം കറക്കിയും തലകുത്തി നിർത്തിയും ഒക്കെ നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു മനോഹരമായ ഒരു സാഹസിക റൈഡാണിത്. ഇത് അത്യാവശ്യം ധൈര്യമുള്ളവർ പോലും ഇതിൽ കയറിയ പേടിക്കുന്നു തീർച്ചയായും. എന്നാലും അത് വളരെ ഒരു ആകർഷകമാണ് ഇവിടുത്തെ ആ മാഗ്നസ് റൈഡൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് ചെറിയ കുട്ടി കാറുകളിലൊക്കെ അന്തരീക്ഷം റൈഡ് ചെയ്യാനുള്ള സൗകര്യം, അതുപോലെ തന്നെ ചെറിയ ഊഞ്ഞാലുകൾ, അതുപോലെ ഈ കാണുന്ന തരത്തിലുള്ള വിവിധ റൈഡുകൾ നമുക്ക് വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ലഭ്യമാണ്. പിഞ്ച് കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ആസ്വദിക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള വെള്ളത്തിലും കരയിലുമൊക്കെയുള്ള പലതരത്തിലുള്ള റൈഡുകൾ നമുക്കിവിടെ ലഭ്യമാണ്. നല്ല തിരക്കാണ്. ഞായറാഴ്ചയാണ് ഞാൻ കുടുംബത്തോടൊപ്പം പോയത്. പക്ഷേ ഈ ദിവസം നല്ല തിരക്കാണ്. ഈ റൈഡും വളരെ ആകർഷകമാണ്. ഒരു കാളക്കൂറ്റിൻ്റെ കൃത്യമായ ഒരു കാളക്കൂറ്റിൻ്റെ മുകളിൽ കയറുന്ന എത്ര നേരം അതിൽ പിടിച്ചു നിൽക്കുക എന്നുള്ള ഒരു ഇതാണ്. പക്ഷേ 10-15 സെക്കൻഡിൽ ആർക്കും കൂടുതൽ പിടിച്ചു നിൽക്കാൻ അവിടെ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അതൊരു കൗതുകപരമായ ഒരു റൈഡാണ്. അതുപോലെ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ആസ്വദിച്ച് പലതരത്തിലുള്ള റൈഡുകൾ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. പല കേന്ദ്രങ്ങളിലൊക്കെ നമുക്ക് പോയാൽ, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ പോയാൽ ഓരോ റൈഡിനും 50 രൂപ 100 രൂപ എന്ന് സെപ്പറേറ്റ് ആണ്. ഒന്ന് കയറി ഒന്നും കൂടെ കയറണമെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ പണം കൊടുക്കണം. പക്ഷേ ഈ കേന്ദ്രങ്ങളിൽ അങ്ങനെയില്ല. അതുപോലെ ഇവിടുത്തെ വലിയൊരു പ്രത്യേകത ഈ സോളാർ പാനൽ. ഇവിടുത്തെ വൈദ്യുതിയുടെ വലിയൊരു ഭാഗം ഇവിടെയാണ് ഇന്നാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ കൂറ്റൻ മഴവെള്ള സംഭരണി. ഇവിടെ നിന്നാണ് ഈ വിസ്മയ പാർക്കിലേക്കുള്ള വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ജലത്തിൻ്റെ ഒരു പ്രധാന ഭാഗവും അല്ലെങ്കിൽ പൂർണ്ണമായും തന്നെ ഉപയോഗിക്കുന്നത് ഈ കൂറ്റൻ മഴവെള്ള സംഭരണിയിൽ നിന്നാണ്. മുന്നോട്ട് നീങ്ങുന്ന ഈ മഴവെള്ള സംഭരണിയുടെ സൈഡിൽ കൂടി മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് കുട്ടി ട്രെയിൻ, ഊട്ടിയിലൊക്കെ കാണുന്ന തരത്തിലുള്ള കുഞ്ഞു ട്രെയിനുകൾ, അതിൽ ഈ മഴവെള്ള സംഭരണി മൊത്തം നമുക്ക് ചുറ്റി സഞ്ചരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ചെറിയ റൈഡുകളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശമാണ് ഈ സ്ഥലം. 30 ഏക്കറോളം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ പരന്നു കിടക്കുന്ന ഒരു സ്ഥലമാണിത്. അതുപോലെ ഇവിടെ നമുക്ക് ഒരു ഗുഹയുണ്ട്. അത് ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉള്ള ഒരു കേന്ദ്രമാണ് ഇവിടുത്തെ ഗുഹ. അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചാണ് നമ്മൾ ഇവിടുത്തെ ഈ വാട്ടർ പാർക്കിലേക്ക് നമ്മൾ കിടക്കുന്നത്, അല്ലെങ്കിൽ ജല റൈഡുകളിലേക്ക്. ഭക്ഷണത്തിന് ശേഷം ആണ് പ്രധാനമായിട്ടുള്ള റൈഡുകളെല്ലാം, ഈ വെള്ളത്തിലുള്ള റൈഡുകളെല്ലാം നമുക്ക് തുറന്നു കിട്ടുന്നത്. ഇവിടുത്തെ ഒരു പ്രധാന കേന്ദ്രമാണ് ഈ വേവ് പൂള്. ഈ വേവ് പൂളിലെ ആസ്വാദനം എന്ന് പറഞ്ഞാൽ എല്ലാവരും, അത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ രസമാണ്. കൃത്യമായുള്ള തിരമാല ആസ്വദിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടർ വാഗൺ, ഈ ഒരു ചെറിയ കൊച്ചു ട്രെയിനിൽ കൂടി അല്ലെങ്കിൽ ചെറിയൊരു റെയിലിൽ കൂടി വരുന്ന ആ വാഹനം വെള്ളത്തിലേക്ക് പതിക്കുമ്പോൾ വെള്ളം നല്ല പൂത്തിരി ചെതറുന്ന ഒരു റൈഡ്. അതുപോലെ ഇവിടുത്തെ മറ്റൊരു പ്രധാന റൈഡാണ് ഈ കാണുന്ന വാട്ടർഫാൾ. അതെങ്കിൽ മഴവെള്ളം പതിയുന്ന രീതിയിൽ നല്ല രസകരമായ ഒരു കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു വാട്ടർഫാളാണിത്. 5ഓളം മോട്ടറുകൾ താഴത്തെ മഴവെള്ള സംഭരണിയിൽ നിന്നും ശക്തമായ 5 മോട്ടറുകൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് അത് ഈ ഭിത്തിയുടെ പല സൈഡിൽ കൂടെ താഴേക്ക് പതിപ്പിച്ച് ഉണ്ടാക്കിയ ഒരു കൃത്രിമ വെള്ളച്ചാട്ടമാണിത്. എല്ലാവരും വളരെ ആസ്വദിക്കുന്ന കേന്ദ്രമാണ് ഇവിടെ. അതുപോലെ നമുക്കിവിടെ ഒരു അന്തരീക്ഷത്തിൽ കൂടി ഒരു ചെറിയൊരു റെയിലുണ്ട്. അതിലൂടെ സഞ്ചരിച്ച ഈ വിസ്മയം മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും ചായയും കടിയും അതുപോലെ ഭക്ഷണമൊക്കെ ആവശ്യം ലഭ്യമാണ്.
നല്ല റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. എത്ര പേർക്ക് വേണമെങ്കിലും ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന നല്ല സൗകര്യമുള്ള നല്ല വൃത്തിയുള്ളൊരു റെസ്റ്റോറൻറ്റ് നമുക്കിവിടെ ലഭ്യമാണ്. അതുപോലെ വിസ്മയിലെത്തുന്ന എല്ലാവരെയും ആകർഷിക്കുന്ന മറ്റൊന്നു കൂടിയാണ് ഇവിടുത്തെ മറ്റ് റൈഡുകൾ. അതായത് നമ്മൾ പല ചെറിയ ട്യൂബുകളിൽ കൂടിയും അതുപോലെ മറ്റ് ട്യൂബിൽ കൂടിയൊക്കെ കടന്നു വന്ന് വെള്ളത്തിലേക്ക് പതിക്കുന്ന തരത്തിലുള്ള റൈഡുകൾ. അതുപോലെ വലിയ തൊട്ടിൽ ഇവിടെ നമുക്ക് ലഭ്യമാണ്. വലിയ തൊട്ടിൽ നമ്മൾ സാധാരണ ഇതൊക്കെ നമ്മുടെ ഉത്സവങ്ങളിലൊക്കെ കാണുന്ന തരത്തിലുള്ള ലഭ്യമായ അത്തരം തൊട്ടിലുകൾ. അങ്ങനെ ഒരു ദിവസം മുഴുവൻ കുടുംബത്തോടൊപ്പം എത്തിയാൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന വലിയൊരു കേന്ദ്രമാണ് കണ്ണൂർ ജില്ലയിലെ വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക് പറശ്ശിനിക്കടവിലെ. പറശ്ശിനിക്കടവ് എത്തിയാൽ നമുക്ക് നമ്മുടെ മുത്തപ്പൻ ക്ഷേത്രത്തിൽ, കേരളത്തിൽ ഉത്തര കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. ഇവിടെ എത്തിയാൽ നമുക്ക് അവിടെ പോകാൻ കഴിയും. അതുപോലെ അതിൻ്റെ തൊട്ടടുത്താണ് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക്. വിവിധ തരത്തിൽ പാമ്പുകളെയും ഒക്കെ വളർത്തുന്ന ഈ കേന്ദ്രവും നമുക്ക് ഇവിടെ എത്തിയാൽ കാണാൻ കഴിയുന്ന നല്ലൊരു കാഴ്ചയാണ്. രാവിലെ 11 മണിക്ക് ഓപ്പൺ ചെയ്താൽ 6 മണി വരെ നമുക്ക് ഈ വിസ്മയിലെ എല്ലാ തരം റൈഡുകളും ആസ്വദിക്കാൻ കഴിയും.